പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കവിത ആണ് നോക്കുന്നത്. സാവിത്രി രാജീവൻ്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിത. മലയാള കവിതയിലെ നവ കവിത മുന്നോട്ട് വെച്ച പ്രമുഖ ആയിട്ടുള്ള ഒരു കവയത്രിയാണ് സാവിത്രി രാജീവൻ. 1956 ഏറനാട് താലൂക്കിലാണ് ജനനം. പൂക്കോട്ടൂർ ഹൈസ്കൂളിലും മലപ്പുറം ഗവൺമെൻറ് കോളേജിലും ഒക്കെ ആയിട്ടായിരുന്നു അവരുടെ വിദ്യാഭ്യാസം. പിന്നീട് അധ്യാപികയായി കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കമലാസുരയ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ധാരാളം പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ലളിതകലാ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉപദേശക സമിതി അംഗമായിരുന്നു. കഥകളും കവിതകളുമായി ധാരാളം സാഹിത്യ സൃഷ്ടികൾ അവരുടേതായി ഉണ്ടായിട്ടുണ്ട്. ഹിമസമാധി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള സമാഹാരം, സാവിത്രി രാജീവൻ്റെ കവിതകൾ എന്ന സമാഹാരം, അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്നുള്ള കവിതാ സമാഹാരം, ദേഹാന്തരം എന്ന് പറയുന്ന കഥാസമാഹാരം, ഇതെല്ലാം ഉൾപ്പെടെ വളരെ സമ്പന്നമായൊരു സാഹിത്യ ഇടപെടൽ മലയാള സാഹിത്യത്തിൽ നടത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ് അവർ. അവരുടെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്നുള്ള ഈ കവിത, അതിൻ്റെ തലക്കെട്ട് കൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇത് അമ്മയെക്കുറിച്ചുള്ള കവിതയാണ്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ സ്ത്രീത്വത്തിൻ്റെ ഒരു മഹത്തായ ഭാവമാണ് മാതൃഭാവം. വിശേഷിച്ച് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു ഭാവമാണ് മാതൃഭാവം. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ തന്നെയാവുന്ന ഒരു നിമിഷമാണ് അവൾ മാതാവാകുക എന്ന് പറയുമ്പോൾ. അങ്ങനെ അനവധിയായ മാതൃപരമ്പരകളിലൂടെ, അവരുടെ നിശബ്ദമായ ത്യാഗത്തിലൂടെ, അവരുടെ നോവുകളിലൂടെ പടർന്ന് പന്തലിച്ച ഒരു സമാജമാണ് നമ്മുടെ മനുഷ്യ സമാജം എന്ന് പറയുന്നത്. അതിൽ അവരുടെ ഒരുപാട് ത്യാഗങ്ങളും വേദനകളും വിട്ടുകൊടുക്കലുകളും തോറ്റുകൊടുക്കലുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ പുരുഷ സമൂഹത്തിന് അന്യമായ ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് ക്ഷമാപൂർവമായ ജീവിതാന്തരീക്ഷം ഒക്കെ അവരിൽ നിന്ന് ഈ ലോകത്തിന് പ്രദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സഹിഷ്ണുതയും ആ സഹനവും തന്നെയാണ് ഈ ലോകത്തെ ഈ നിലയ്ക്കെങ്കിലും മുന്നോട്ട് നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സർവാദരണീയമായ ഒരു മനുഷ്യഭാവമാണ് മാതൃഭാവം. അതിനെ നമ്മൾ ആ ബന്ധത്തെ നിരാകരിക്കാവുന്ന ഒരു ബന്ധമല്ല. ഒരു ആളെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യജീവിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിരാകരിക്കാവുന്ന ഒന്നല്ല ഈ പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത്. മറ്റ് എന്ത് കാര്യം, ഇപ്പോൾ പിതാവിനെ പോലും അവരുടെ അമ്മ പറയുന്ന ആളാണ് ഒരാൾക്ക് പിതാവെന്ന് ഇരിക്കൽ. പിതാവിനെ പോലും വേണമെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റാവുന്ന ഒന്നാണ്. പക്ഷെ അമ്മയെക്കുറിച്ച് നമുക്ക് അമ്മയെ മാറ്റി പ്രതിഷ്ഠിക്കാനോ ആ ബന്ധത്തെ മുറിച്ചു മാറ്റാനോ നമുക്ക് കഴിയാവുന്നതല്ല. അതുകൊണ്ടാണ് ഈ പൊക്കിൾക്കൊടി ബന്ധം അത്രമേൽ ശക്തമാണ് എന്ന് നമ്മൾ പറയുന്നു. മലയാള സാഹിത്യത്തിൽ അമ്മയെക്കുറിച്ച് കവിതയുണ്ടാവുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കവിത ഉണ്ടാകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. അപ്പോൾ ബാലാമണി അമ്മയെ പോലെയുള്ള കവികൾ, മാതൃത്വത്തിൻ്റെ കവയത്രി എന്ന് അറിയപ്പെട്ടിട്ടുള്ള ആളുകൾ അമ്മയെപ്പറ്റി ധാരാളം എഴുതിയിട്ടുണ്ട്, അമ്മമാരെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ബാലാമണി അമ്മയും സുഗതകുമാരിയും ഒക്കെ ധാരാളമായിട്ട് അമ്മമാരെ പറ്റി പറഞ്ഞിട്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാഹിത്യത്തിൻ്റെ എല്ലാ തലമുറകളിലും, അത് ഇതിഹാസങ്ങൾ മുതൽക്ക് ഇങ്ങോട്ട് അമ്മമാരുടെ കഥകൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ആദികാവ്യം മുതൽക്ക് ഇങ്ങോട്ട് ധാരാളം ഇപ്പോൾ രാമായണം മുതൽ, ആദികാവ്യമായിട്ടുള്ള രാമായണം മുതൽക്ക് ഇങ്ങോട്ടെടുത്താലും നമ്മുടെ ഭാരതീയ സാഹിത്യത്തിൽ എല്ലാ കാലത്തും അമ്മമാരുടെ കഥകളുണ്ട്, അവരുടെ ത്യാഗമുണ്ട്.
അത് കൗസല്യം മുതൽ ഇങ്ങോട്ടുള്ള അമ്മമാരെ ഒക്കെ മാത്രമെടുത്താൽ പോലും അതിൽ ധാരാളം അമ്മമാരുണ്ട്. മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട അമ്മമാർ, തനിച്ചായി പോകുന്ന അമ്മമാർ, മാതൃവാത്സല്യം കൊണ്ട് ഈ ലോകത്തെ ആർദ്രമാക്കിയ അനേക മാതൃപരമ്പരകളിലൂടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അനേകം മാതൃപരമ്പരകളിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് നമ്മൾ. എല്ലാ മതങ്ങളും മാതൃത്വത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നവരാണ്, അതിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്നവരാണ്. അത് ആ മാതൃസ്ഥാനത്തെ ആരാധിക്കുന്നവരാണ്. അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഒക്കെ ആ ഭാവത്തെ ആരാധിച്ചു വരികയാണ്. പക്ഷേ വീടിനുള്ളിൽ പലപ്പോഴും വേണ്ടത്ര അംഗീകരിക്കപ്പെടാത്ത, പലപ്പോഴും നിരാകരിക്കപ്പെടുന്ന, അവരുടെ ഇഷ്ടങ്ങൾ ആരും ചോദിക്കാനില്ലാത്ത, ചോറോ ചായയോ തിളപ്പിച്ചു വെക്കാനുള്ള ഒരു കേവല ഉപകരണങ്ങൾ മാത്രമായി പോകുന്ന ധാരാളം അമ്മമാരെ കൊണ്ട് നമ്മുടെ ഈ ലോകം നിറയുന്നുണ്ട്. അതിനെപ്പറ്റി മലയാള സാഹിത്യത്തിൽ തന്നെ ധാരാളം കഥകളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിശേഷിച്ചും ബാലാമണിയമ്മയുടെ മകളായിട്ടുള്ള മാധവിക്കുട്ടി, അവരുടെ ചില കഥകൾ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ കോലാട് തുടങ്ങിയിട്ടുള്ള കഥകളിലൊക്കെ ഈ ഇത്തരം അമ്മമാരുടെ നെയ്പായസം, കോലാട്, ഈ കഥകളിലൊക്കെ ഇത്തരം അമ്മമാരുടെ സങ്കടങ്ങളുണ്ട്. ഈ അമ്മ വീട്ടിൽ പണിയെടുത്ത് തളർന്നു വീണ് ആശുപത്രിയിൽ കൊണ്ടുപോയി അത്യാസന്ന നിലയിൽ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അർദ്ധബോധാവസ്ഥയിൽ അവർ പറയുന്നതാണ് പരിപ്പ് കരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരമ്മ. അതിനെപ്പറ്റിയൊക്കെ മാധവിക്കുട്ടി ധാരാളം എഴുതിയിട്ടുണ്ട്. ഈ അമ്മയെപ്പറ്റി മാധവിക്കുട്ടി മാത്രമല്ല, സുഭാഷ് ചന്ദ്രൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കഥയുണ്ട്. അമ്മയുടെ ഗർഭപാത്രം ലാബിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ബസ്സിൽ വെച്ച് മറന്നു പോകുന്ന കഥയുണ്ട്. അപ്പോൾ ആ മാതൃത്വം, താൻ ദീർഘകാലം കിടന്ന ആ ഒരു എൻ്റെ ആദ്യത്തെ വീട് എൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരു ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നതും ആ ഗർഭപാത്രം തിരഞ്ഞ് അയാൾ നടക്കുന്നതും ഒക്കെ സുഭാഷിൻ്റെയൊക്കെ കഥകളിൽ വളരെ ശ്രദ്ധേയമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാതൃബിംബം എന്ന് പറയുന്നത് സാഹിത്യത്തിൽ അങ്ങനെ ഒരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ വൃദ്ധയായിട്ടുള്ള തൻ്റെ അമ്മയെ കുളിപ്പിക്കുന്ന ഒരു മകളെക്കുറിച്ചുള്ളതാണ് ഈ കവിത. അപ്പോൾ മനുഷ്യന് രണ്ട് ഘട്ടങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. വാർദ്ധക്യത്തിലും ബാല്യത്തിലും ഒരേ സവിശേഷതകൾ നമുക്കുണ്ട്. ബാല്യത്തിലും നമുക്കൊരാളുടെ സഹായം വേണം, നടക്കണമെങ്കിൽ നമുക്ക് പരസഹായം വേണം, പല്ലുകളില്ല, ബുദ്ധി ഉറച്ചിട്ടില്ല, അങ്ങനെ പിടിവാശികളുണ്ട്. ഇതൊക്കെ ബാല്യത്തിൻ്റെ സ്വഭാവമാണ്. പിടിവാശി, പല്ലില്ലാതെ ഇരിക്കൽ, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതിരിക്കുക, ബുദ്ധി ഉറയ്ക്കാതെ പലതും വിളിച്ചു പറയുക, ഇതൊക്കെ ബാല്യത്തിൻ്റെ സ്വഭാവമാണ്. ഈ ജീവിതചക്രത്തിൻ്റെ മറ്റൊരു ഘട്ടമായ വാർദ്ധക്യത്തിൽ ഇതേ കാര്യങ്ങളെല്ലാം വേറെ രീതിയിൽ മനുഷ്യരിലേക്ക് തിരിച്ചു വരികയാണ്. വാർദ്ധക്യത്തിലും മനുഷ്യന് പല്ലുകൾ നഷ്ടപ്പെടുന്നു. വാർദ്ധക്യത്തിലും മനുഷ്യൻ്റെ ബുദ്ധിസ്ഥിരത ഇല്ലാതെയാകുന്നു. പരസഹായമില്ലാതെ ഭക്ഷണം കഴിക്കാനോ നടക്കാനോ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ ഈ ഒരു ക്ലോക്കിൽ മനുഷ്യൻ ജന്മമെടുത്ത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉണ്ടായിരുന്ന ആ എല്ലാ നിസ്സഹായതകളോടും അതോടൊപ്പം വർദ്ധിച്ച ഒരു കാര്യം, ഈ നാഡീവ്യൂഹമൊക്കെ നമുക്കുള്ളതുകൊണ്ട് ഒരു പ്ലസ് വേദനയും കൂടിച്ചേർന്നതാണ് വാർദ്ധക്യം. അപ്പോൾ ബാല്യത്തേക്കാൾ കഠിനമാണ് വാർദ്ധക്യം എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഭയക്കുന്ന ഒന്നും, പലരും ഭയന്നു പോകുന്ന ഒന്നാണ് വാർദ്ധക്യം. അപ്പോൾ ഈ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്കായി തേഞ്ഞുപോയ ഒരു പൽചക്രം പോലെ തേഞ്ഞുപോയ ഒരു സ്ത്രീ പലപ്പോഴും വാർദ്ധക്യത്തിൽ ഇവർ വലിച്ചെറിയപ്പെടുകയോ, നമ്മുടെ പുതിയ മാറി വരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു ഡിസ്പോസിബിൾ കൾച്ചർ ഉണ്ടാവുകയാണ്. യൂസ് ആൻഡ് ത്രോ കൾച്ചർ, ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നൊരു പുതിയ കൾച്ചർ രൂപപ്പെട്ടു വരികയും അമ്മമാരെല്ലാം വൃദ്ധസദനത്തിലാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പുതിയ മാറിയ സാമൂഹിക സാഹചര്യം നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ അക്കാലത്ത് ഒരമ്മയെ വീണ്ടും
താൻ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അമ്മ എടുത്ത് എണ്ണ തേപ്പിക്കുകയും കുളിപ്പിക്കുകയും കണ്ണെഴുതിപ്പിക്കുകയും കൊണ്ടു നടന്ന് അമ്പിളിമാമനെ കാണിച്ച് മാമു തരികയും ഒക്കെ ചെയ്തിരുന്ന ആ അമ്മയെ വാർദ്ധക്യത്തിൽ നമ്മളതുപോലെ എടുക്കുകയും എണ്ണ തേപ്പിക്കുകയും കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ബാല്യത്തിൽ തന്നെ നോക്കിയ, തന്നെ കണ്ണെഴുതി പൊട്ട് തൊട്ടിച്ച് തനിക്ക് ഭക്ഷണം തന്ന ആ അമ്മയെ വാർദ്ധക്യത്തിൽ നമ്മൾ കുളിപ്പിക്കുകയും ഉടുപ്പിക്കുകയും ഊട്ടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഇവിടെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയിൽ സാവിത്രി രാജീവൻ നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുന്നു, ഒരു കവിതയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. അതാണ് അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയുടെ ഉള്ളടക്കം. ഇനി നമുക്ക് ഒരു കൊച്ചു കവിതയാണ്, ഒരു ചെറിയ കവിതയാണ്. ഇനി നമുക്ക് ആ കവിതയിലേക്കൊന്ന് നോക്കാം, എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അമ്മയെ കുളിപ്പിക്കുമ്പോൾ, സാവിത്രി രാജീവൻ. അമ്മയെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴെന്ന പോലെ കരുതൽ വേണം. ഉടൽ കയ്യിൽ നിന്ന് വഴുതരുത്. ഇളം ചൂടായിരിക്കണം വെള്ളത്തിന്. കാലം നേർപ്പിച്ച ആ ഉടൽ കഠിന മണങ്ങൾ പരത്തുന്ന സോപ്പ് ലായനി കൊണ്ട് പതയ്ക്കരുത്. കണ്ണുകൾ നീറ്റരുത്. ഇങ്ങനെയാണ് ഈ കവിത ആരംഭിക്കുന്നത്. ഈ കവിതയുടെ പുതിയ കാല ആധുനിക കവിതകളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം, പ്രത്യേകിച്ച് ഉത്തരാധുനിക കവിതകളുടെയൊക്കെ ഒരു സ്വഭാവമാണ് ഗദ്യ രൂപത്തിൽ കവിത പറയുക എന്നുള്ളത്. പ്രത്യേക ഒരു താളക്രമത്തിലോ വൃത്തക്രമത്തിലോ ഒന്നുമല്ലാതെ ഗദ്യരൂപത്തിൽ കവിത ഉണ്ടാക്കുക എന്നുള്ളത് പുതിയൊരു രീതിയാണ്. അപ്പോൾ ആ തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളൊരു കവിതയാണിത്. അമ്മയെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എന്ന പോലെ കരുതൽ വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയാണ് കുളിപ്പിക്കുന്നത്, പക്ഷേ ഒരു കുട്ടിയെ കുളിപ്പിക്കുന്ന പോലത്തെ ശ്രദ്ധ അമ്മയെ കുളിപ്പിക്കുമ്പോഴും വേണം. നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് എടുക്കുന്നത്? അതിൻ്റെ കയ്യോ കാലോ നോവാതെ ഒരു ടർക്കി ടവലിലൊക്കെ പൊതിഞ്ഞ്, ഒരു തോർത്തുമുണ്ടിലൊക്കെ പൊതിഞ്ഞ് എടുത്ത് വളരെ മൃദുവായി എടുത്ത് അതിനെ താഴെ വയ്ക്കുമ്പോൾ വളരെ മൃദുവായി വെച്ച് അങ്ങനെ കൊണ്ടുപോയി ഇടുകയാണോ ചെയ്യുക? അല്ല, വളരെ മൃദുവായി എടുത്ത് വളരെ മൃദുവായി കിടത്തി, അങ്ങനെയല്ലേ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെടുക്കുന്നത്. അതിനെ കുളിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഓരോ അംഗങ്ങളിൽ പ്രത്യേകം എണ്ണ തേച്ച് വളരെ സാവധാനത്തിൽ തിരുമ്മി മസാജ് ചെയ്ത്, അങ്ങനെ അതിൻ്റെ തലയിലൊക്കെ എണ്ണ വെക്കുമ്പോഴും അതിൻ്റെ കണ്ണിൻ്റെ മുകളിൽ എണ്ണ വെക്കുമ്പോഴും ഒക്കെ എങ്ങനെയാണ് ഒരു തൂവൽ പോലെ മൃദുവായ അതിൻ്റെ ആ കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങളിലൊക്കെ സ്പർശിക്കുമ്പോഴും നമ്മളെങ്ങനെയാണ് ഒരു കുഞ്ഞിനെ എടുക്കുക? അതുപോലെ തന്നെ വേണം അമ്മയെയും കുളിപ്പിക്കാൻ. അല്ലാതെ ഇത് ഒരു പഴയ കുറേ കാലം തേഞ്ഞതായതുകൊണ്ട് ഇതിനെ അങ്ങ് എടുത്ത് ഒടിച്ച് മടക്കി അവിടെ ഇട്ടിട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് തിരിപ്പിക്കാൻ പറ്റുമോ? വാഷിംഗ് മെഷീനിലിട്ട് തിരിപ്പിക്കുന്ന പോലെ കഴുകാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ നോക്കുന്നത്, അതേ മൃദുലതയോടെ, അതേ സൗമ്യതയോടെ, അതേ സ്നിഗ്ധതയോടെ, അതേ സ്നേഹത്തോടെ, അതേ കരുതലോടെ, അതേ ശ്രദ്ധയോടെ, അതേ ചേർത്ത് പിടിക്കലോടെ, അതേ ഉൾക്കൊള്ളലോടെ വേണം അമ്മയെ കുളിപ്പിക്കാൻ. അപ്പോൾ അതാണ് പറയുന്നത്, അമ്മയെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴെന്ന പോലെ കരുതൽ വേണം. ഉടൽ കയ്യിൽ നിന്ന് വഴുതരുത്. വഴുകിപ്പോരുത് എന്ന് അമ്മേനെ എടുക്കുമ്പോൾ. എണ്ണയൊക്കെ തേപ്പിച്ച് എടുക്കുമ്പോഴേ, കുട്ടികളെ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെയല്ലേ, മറോട് ചേർത്ത് ആ ചൂടിങ്ങനെ ചേർത്തല്ലേ എടുക്കുന്നത്. അതേപോലെയാണ്. അപ്പോൾ നല്ല കരുതൽ വേണം, നല്ല ശ്രദ്ധയോടെ. ഉടൽ കയ്യിൽ നിന്ന് വഴുതരുത്. ഇളം ചൂടായിരിക്കണം വെള്ളത്തിന്. തിളച്ച വെള്ളം കൊണ്ട് ഒഴിക്കരുത് എന്ന്. നമ്മൾ കുട്ടികളെ കുളിപ്പിക്കുമ്പോഴങ്ങനെയാണ്, ഒരു ഇളം ചൂട് വെള്ളത്തിലല്ലേ കുളിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ശരീരത്തിന് അതാണ് നല്ലത്. വളരെ പച്ചവെള്ളം ഒഴിച്ചാലും അത് ശരീരത്തിനെ താങ്ങില്ല, വളരെ ചൂടുവെള്ളം ഒഴിച്ചാലും ശരീരത്തിനത് നന്നല്ല. അപ്പോൾ നേർപ്പിച്ച ജലം, ഒരു സമശീതോഷ്ണമായ ജലം, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ അതാ നല്ലത്. ആ ഇളം ചൂട് വെള്ളം ഒഴിച്ച് പതുക്കെ കുളിപ്പിച്ച് ഒപ്പിയെടുക്കണം. അപ്പോൾ അങ്ങനെ വേണം ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന അതേ കരുതലോടെ. ഒരു കുഞ്ഞിനെ ഇളം ചൂടുവെള്ളത്തിൽ എങ്ങനെയാണോ കുളിപ്പിക്കുന്നത് അതേപോലെ വേണം അമ്മയെയും
കുളിപ്പിക്കാൻ. ഇളം ചൂടായിരിക്കണം വെള്ളത്തിന്. കാലം നേർപ്പിച്ച ആ ഉടൽ കഠിനമണങ്ങൾ പരത്തുന്ന സോപ്പുലായനി കൊണ്ട് പതയ്ക്കരുത്. കാലം നേർപ്പിച്ച ആ ഉടൽ. കാലത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും അശക്തരാണ്. പലരും കാലത്തെ തോൽപ്പിക്കാൻ വേണ്ടി കായകൽപ്പ ചികിത്സയൊക്കെ ചെയ്യുമെങ്കിലും ആ കാലത്തിന് മുമ്പിൽ ഒരു ദിവസം കീഴടങ്ങേണ്ടി വരും. കാലം തന്നെ വളർത്തിയെടുക്കുകയും കാലം തന്നെ നിഗ്രഹിക്കുകയും ചെയ്യും. നല്ലൊരു ഉടലിനെ രൂപപ്പെടുത്തിയെടുത്ത് നല്ല പേശികളെ ഉണ്ടാക്കിയെടുത്ത്, ആണുങ്ങളാണെങ്കിൽ നല്ല ഒത്ത ശരീരമുണ്ടാക്കിയെടുത്ത്, നല്ല മുടിയൊക്കെ തന്ന്, നല്ല തിളക്കമുള്ള കണ്ണുകൾ തന്ന്, എല്ലാ തരത്തിലുമുള്ള കായിക ശേഷിയോടുകൂടി കാലം വളർത്തിയെടുക്കും. ആ കാലം തന്നെ അതിനെ നിഗ്രഹിക്കും. ഒരു ദിവസം നോക്കുമ്പോൾ വെളുത്ത തലമുടികൾ അവിടെ ഇവിടെയായി കാണും, മുടി പൊഴിയും, തൊലികൾ ചുക്കിച്ചുളിയും, പല്ലുകൾ കൊഴിയും, എല്ലാ ശരീരത്തിൻ്റെ എല്ലാ മടക്കുകളിലും വേദന കൊണ്ടുവരും. കായബലം നഷ്ടപ്പെടും. കാലമിങ്ങനെ ശരീരത്തെ പിടിച്ച് മുറുക്കി അതിനെ കശക്കി നശിപ്പിച്ച് കളയും. അതിനെ ക്രഷ് ചെയ്ത് കളയും. അത് കാലത്തിൻ്റെ ഒരു ബലമാണ്. കാലത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ജഗത് ഭക്ഷകനാകും കാലം എന്ന് ശങ്കരാചാര്യർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ജഗത്തിനെ ഭക്ഷിക്കുന്നവനാണ് കാലം പറയുന്നത്. കാലത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും ശക്തിയില്ല. കാലമെന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ ഒരു അനിഷേധ്യമായ സ്വഭാവമാണ്. അതിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് തലയിൽ കറുപ്പ് അടിച്ചതുകൊണ്ടോ പുതിയ പല്ലുകൾ വെച്ചതുകൊണ്ടോ പ്ലാസ്റ്റിക് സർജറി ചെയ്തതുകൊണ്ടോ നിങ്ങൾക്കതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അത്രമേൽ ശക്തിയായി അത് നിങ്ങളുടെ മുന്നിൽ അവതരിക്കും. അത് നിങ്ങളെ ഓരോ നിമിഷവും നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളെ നോക്കിയാൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന നമ്മളാണോ? അല്ല. നമ്മുടെ സെല്ലുകളെല്ലാം മാറിപ്പോയി. 10-12 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഒരാളുടെ ശരീരം പുതിയൊരു ശരീരമായിട്ട് മാറുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ അതിലെ കൈയും കാലും ഒന്നുമല്ല ഇപ്പോൾ, അതൊക്കെ മാറിപ്പോയിരിക്കുന്നു. അത് കാലത്തിൻ്റെ ഒരു ദൗത്യമാണ്. കാലം നിർവഹിക്കുന്ന ഒരു പ്രകൃതി ദൗത്യമാണത്. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പത്തിൽ നമ്മുടെ ശരീരം ലോലമാണ്. വളരെ പ്രായം ചെല്ലുമ്പോഴും നമ്മുടെ ശരീരം ലോലമായിരിക്കും. അതിനിടയിൽ നമുക്കൊരു ദാർഢ്യം കൈവരുന്നുണ്ട്. അങ്ങനെ ആ ദാർഢ്യം, ആ ബലം കൈവരുന്ന കാലത്താണ് നമ്മൾ ഈ ലോകത്തെ അട്ടിമറിക്കണമെന്ന് കരുതി ഇറങ്ങി പുറപ്പെടുകയും ഈ ലോകത്തെ ഞാൻ മാറ്റിമറിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നീട് മനസ്സിലാക്കുകയാണ്. ഈ ശരീരം കൊഴുത്ത് വന്ന ഈ ശരീരം ഇതാ ദുർബലമാകുന്നു. അപ്പോൾ ആരാണോ ഇതിനെ പുഷ്ടിപ്പിച്ചത് അയാൾ തന്നെ ഈ ശരീരത്തെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ നശിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ ശരീരം ഇങ്ങനെ നേർത്തു പോകുന്നത്. കാലം നേർപ്പിച്ച ആ ഉടൽ കഠിനമണങ്ങൾ പരത്തുന്ന സോപ്പുലായനി കൊണ്ട് പതയ്ക്കരുത്. എന്നുവെച്ചാൽ കാലം അതിനെ ഇപ്പോഴേ ദുർബലമാക്കിയിരിക്കുന്നു. ഇനി അതിൽ സോപ്പിട്ട് അതിനെ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നിങ്ങളതിനെ കൂടുതൽ വീണ്ടും നശിപ്പിക്കരുത്. അതിനെ വീണ്ടും ദ്രവിപ്പിക്കരുത്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കഠിന മണങ്ങൾ നിങ്ങൾ പരത്തരുത്. വാർദ്ധക്യത്തിൻ്റെ ഒരു സ്വഭാവം ഒട്ടും കാഠിന്യമുള്ള ഒന്നിനെയും അകത്തേക്കത് സ്വീകരിക്കില്ല. ഒരു കാലത്ത് നമ്മുടെ യൗവനത്തിലൊക്കെ നമ്മൾ കഠിനമായ കാര്യങ്ങളെ സ്നേഹിക്കുകയാണ്, തീവ്രമായ കാര്യങ്ങളെ സ്നേഹിക്കുകയാണ്. തീവ്രമായ അഭിനിവേശങ്ങൾ, തീവ്രമായ ഗന്ധം, തീവ്രമായ രുചി, അതൊക്കെ പ്രായം കൂടുന്തോറും കുറഞ്ഞ് വരികയാണ്. അത്രയൊന്നും
കഠിനമായ അല്ലെങ്കിൽ തീവ്രമായ ഒന്നിനെയും ആഗ്രഹിക്കും. കഠിനമായ മണത്തെയോ കഠിനമായ ഉപ്പിനെയോ കഠിനമായ എരിവിനെയോ ഒന്നും ആ ശരീരം സ്വീകരിക്കില്ല. അത് ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ. കുട്ടിക്കാലത്തും അങ്ങനെയാണ്. കുട്ടിക്കാലമുള്ള കുട്ടിക്ക് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അതിൻ്റെ വായിലേക്ക് മുളക് പൊടി ഇടുന്നത് പോലെ കഠിനമായിട്ടുള്ള എരിവ് കൊടുക്കാൻ കഴിയും ഇല്ല. അത് ആ ശരീരം അത് സ്വീകരിക്കുന്നില്ല. പക്ഷെ കുറച്ച് വലുതാകുമ്പോൾ നിങ്ങൾക്ക് എരിവും പുളിയും ഒക്കെ ഇഷ്ടമായി വരുന്നു. വീണ്ടും വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ഈ കഠിനമായ എല്ലാത്തിനെയും, കഠിനഗന്ധങ്ങളെയും കഠിനമായിട്ടുള്ള രുചികളെയും ഒക്കെ ശരീരം പുറന്തള്ളും. ശരീരത്തിനത് ആവശ്യമില്ല എന്ന് വരും. അപ്പോൾ കഠിനമണങ്ങൾ പരത്തുന്ന സോപ്പ് ലായനി കൊണ്ട് പതയ്ക്കരുത്. കണ്ണുകൾ നീറ്റരുത്. കണ്ണിലേക്ക് ഈ സോപ്പ് ലായനി പതപ്പിച്ച് അമ്മയുടെ കണ്ണിനെ നീറ്റിക്കരുത്, കളയരുത്. അങ്ങനെ പലതവണ ആ ഉടൽ നമ്മൾ നീറ്റിച്ചിട്ടുണ്ട്. നമ്മുടെ പല പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ പല വാക്കുകൾ കൊണ്ട് ആ ഉടൽ നീറിപ്പോയിട്ടുണ്ട്. ഇനി അത് കൂടാതെ ഈ സോപ്പ് ലായനി കണ്ണിലേക്ക് പടർത്തിക്കൂടി അമ്മയുടെ കണ്ണ് നീറ്റിക്കളയരുത് എന്നാണ്. ഒരിക്കൽ നിന്നെ കുളിപ്പിച്ചൊരുക്കിയ അമ്മയുടെ കൈകളിൽ അന്ന് നീ കിലുക്കി കളിച്ച വളകൾ കാണില്ല. ഒരിക്കൽ നിന്നെ കുളിപ്പിച്ചൊരുക്കിയ അമ്മയുടെ കൈകളിൽ, കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ നോക്കിയ, നിന്നെ ലാളിച്ച കൈകളിൽ ധാരാളം വളകളുണ്ടായിരുന്നു. നിന്നെ തോർത്തി തരുമ്പോൾ, നിൻ്റെ ദേഹത്ത് എണ്ണ തേക്കുമ്പോൾ, നിന്നെ കുളിപ്പിക്കുമ്പോൾ നീ ആ വളകളിൽ പിടിച്ച് കളിക്കുമായിരുന്നു. അപ്പോൾ അമ്മയെക്കുറിച്ചുള്ളൊരു ഓർമ്മ തന്നെയാണ്. അമ്മയുടെ കൈ നീണ്ടു വരുമ്പോഴൊക്കെ അമ്മയുടെ കൈകളോടൊപ്പം ആ കിലുങ്ങുന്ന വളകൾ കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ആ വളകൾ കൂടി നമ്മുടെ ഓർമ്മയുടെ ഭ്രമണപഥങ്ങളിൽ ഒന്ന് അടിക്കുന്നു. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ വളകൾ കൂടി അതോടൊപ്പമുണ്ട്. അമ്മയുടെ കൈകളിൽ അന്ന് നീ കിലുക്കി കളിച്ച വളകൾ കാണില്ല. അതായത് അന്നത്തെ പോലെ അമ്മ ഇപ്പം അണിഞ്ഞൊരുങ്ങിയോ വളയിട്ടിട്ടോ ഒന്നും അല്ലല്ലോ ഇരിക്കുന്നത്. പകരം പിന്നെ എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് പറയുന്നത്? പിന്നെ എന്താണ്? അവയുടെ ചിരിയൊച്ചയും ഇല്ല. അവ ഇളകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദത്തെയാണ് ചിരിയൊച്ച എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ അമ്മ സ്വയം ആസ്വദിക്കുന്നുണ്ട്, അമ്മ ചിരിക്കുന്നുണ്ട്. അമ്മ ചിരിക്കുന്നതിനോടൊപ്പം ആ വളകൾ കിലുങ്ങുന്നുണ്ട്. അതില്ല. പിന്നെയോ, നിൻ്റെ ഇളം കടിയേറ്റ പഴയ മോതിരം ആ വിരലിൽ നിന്ന് എന്നേ വീണു പോയിരിക്കും. നീ കുളിപ്പിക്കുമ്പോൾ അമ്മയെ കടിച്ചിട്ടുണ്ടാവും. നിൻ്റെ പല്ലില്ലാത്ത മോണ കൊണ്ട് നീ ആ വിരലുകളിൽ കടിച്ചിട്ടുണ്ടാവും. നിനക്ക് ഭക്ഷണം തരുമ്പോഴും നിന്നെ കുളിപ്പിക്കുമ്പോഴും ഒക്കെ നീ കടിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ മോതിരമൊന്നും ഇപ്പോൾ നിൻ്റെ അമ്മയുടെ കൈകളിലില്ല. ആ വിരലിൽ നിന്ന് എന്നേ വീണു പോയിരിക്കും. എന്നാൽ ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിൻ്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ. പക്ഷെ ഇപ്പോഴും അമ്മയുടെ കൈകളിൽ വളയുണ്ട്. അതെന്തുകൊണ്ടുള്ള വളയാണെന്നറിയാമോ? ചുളിവിൻ്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ. അമ്മയുടെ കൈ ചുളിഞ്ഞ് അമ്മയുടെ കൈകളിലെ ആ ചുളിവുകളെല്ലാം വളകളായി മാറിയിരിക്കുക. ഓരോ ചുളിവും ഓരോ വള എന്ന പോലെ കിടക്കുകയാണ്. അപ്പോൾ അമ്മയുടെ കയ്യിൽ മുമ്പ് ധാരാളം വളകളുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ്? ഈ ചുളിവുകൾ, ഓരോരോ ചുളിവുകളാണ് വളകളായി കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൻ്റെ സൂചനയാണ് ഈ ചുളിവുകളെല്ലാം. അതിനെയാണ് നമ്മൾ ജര എന്ന് വിളിക്കുന്നത്. ജര, നരകൾ. വാർദ്ധക്യത്തിൻ്റെ സ്വഭാവമാണ് ജരയും നരയും. അതിലെ ജരയാണ് ഇപ്പോൾ കൈകളിൽ വന്നിട്ടുള്ളത്, ആ വളകളായി വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ആ എണ്ണമില്ലാത്ത ഞൊറിവളകൾ, അതായത് ഇപ്പോൾ നിൻ്റെ കൈകളിൽ ഇപ്പോൾ എന്താണുള്ളത്? നിൻ്റെ കൈകളിൽ നിന്നെ കുളിപ്പിക്കുമ്പോൾ കേട്ട വളയുടെ കിലുക്കമില്ല, മോതിരമില്ല. പക്ഷെ കൈകളിലിപ്പോൾ വളയുണ്ട്. അത് ഓരോ തൊലി ആണ്, ശരീരത്തിലെ തൊലി ചുളുങ്ങിയുണ്ടായിട്ടുള്ള വളകളാണ്. വാർദ്ധക്യമാണ്. ആ വളകൾ ഓരോന്നും എന്താണെന്നാണ്? ഓർമ്മകൾ കൊണ്ട് തിളങ്ങുന്നവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വളകളിൽ ഓരോന്നിലും എത്രയോ ഓർമ്മകളുണ്ട്. ആ കൈകൾ കൊണ്ടാണ് അവർ നിന്നെ ഊട്ടിയതും നിന്നെ ഉറക്കിയതും ഒക്കെ അതുകൊണ്ടാണ്. അതിലെന്തെല്ലാം, വേറെ എന്തെല്ലാം ഉണ്ട് ആ കൈകളിൽ? 7 70 7000 അതിൽ നിറഭേദങ്ങൾ.
അതിൽ ഒരുപാട് നിറഭേദങ്ങളുണ്ട് ആ കൈകളിൽ. എന്നാൽ ആ നിറഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ പല ഓർമ്മകളുടെയും നിറമാണ്. കാലം ആ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ദൗത്യങ്ങളുടെ, അത് നിറവേറ്റി കടന്നു പോന്നിട്ടുള്ള നൂറുകണക്കിനായ കാര്യങ്ങളുടെ നിറങ്ങളാണ്. അതിൽ ആർദ്രതയും സ്നേഹവും ഒക്കെ ഉണ്ട്, സ്പർശമുണ്ട്, അതിൻ്റെ എല്ലാം സ്പർശം ആ കൈകളിലുണ്ട്. അതാണ് 7 70 7000 അതിൽ നിറഭേദങ്ങൾ. അവിടെ ചോദ്യചിഹ്നം കാണാം. അത് ചോദ്യചിഹ്നം കാണുന്ന ഒരു മകനെ, ഒരു കുഞ്ഞിനെ, ഒരു കുട്ടിക്ക് അളന്ന് തീർക്കാനാവുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ആ കൈകളിലുണ്ട്. 7 70 7000 അതിൽ നിറഭേദങ്ങൾ. എണ്ണാൻ മെനക്കെടേണ്ട. കണ്ണടച്ച് ഇളം ചൂടുവെള്ളം വീണ് പതുപതുത്ത ആ മൃദുശരീരം തൊട്ട് തലോടിയിരിക്കുക. ഇളം ചൂടുവെള്ളം വീണ് പതുപതുത്ത ആ മൃദുശരീരം തൊട്ടു തലോടിയിരിക്കുക. എന്താണ് പറയുന്നത്? ഇളം ചൂടുവെള്ളം വീണ് പതുപതുത്ത ആ മൃദുശരീരം തൊട്ടു തലോടിയിരിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാനാവുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അമ്മയുടെ കൈകളിലെ വളകൾ നോക്കിയിരിക്കുകയോ, അത് പഴയ വളകളല്ലല്ലോ എന്ന് കരുതി അതിനെ വിചാരണ ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വിചാരം ചെയ്യാൻ പോവുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. പകരം എന്താ ചെയ്യേണ്ടതുള്ളൂ? അതിനെ വെറുതെ അവിടെ തൊട്ടു തലോടിയിരിക്കുക. അതാണ് അമ്മയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്നേഹപ്രകടനം. അമ്മയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ആർദ്രത എന്ന് പറയുന്നത്, അമ്മയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കടപ്പാട് എന്ന് പറയുന്നത് അതാണ്. അപ്പം ഇളം ചൂടു വെള്ളം വീണ് പതുപതുത്ത മൃദു ശരീരം തൊട്ട് തലോടിയിരിക്കുക. കുറച്ച് നേരം സാമീപ്യം, അടുത്തിരിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അടുത്തിരിക്കുക എന്ന് പറയുന്നത് കേവലം ആ ഉടലിനോട് ചേർന്നിരിക്കുക എന്ന് മാത്രമല്ല, ആ മാതൃഭാവത്തോടു കൂടി തന്നെ അതിനോടൊപ്പം കൂടിയിരിക്കുക എന്നത് തന്നെയാണ് അവിടെ പറയുന്നൊരു കാര്യം. പതുപതുത്ത ആ മൃദുശരീരം തൊട്ടു തലോടിയിരിക്കുക. അപ്പോൾ ഓർമ്മകൾ തിങ്ങിഞ്ഞെരുങ്ങിയ ആ ചുളിവുകൾ നിവർന്നു തുടങ്ങും. അപ്പോൾ ആ ചുളിവുകൾ നിവർന്നു വരും എന്ന് പറഞ്ഞാൽ നിൻ്റെ സാമീപ്യം കൊണ്ട് ആ ചുളിവുകൾ ഓരോന്നായി നിവർന്നു വരുന്നത് കാണാം. ആ ഓർമ്മകൾ കൊണ്ടാണ് ഈ ചുളിവുകളെല്ലാം ഞെരുങ്ങിപ്പോയിട്ടുള്ളത്. എങ്ങനെയെല്ലാമോ ഞെരുക്കി കളഞ്ഞിട്ടുള്ള ആ ഓർമ്മകളെല്ലാം നിൻ്റെ സാമീപ്യം കൊണ്ട് ഒരുപക്ഷെ വിടർന്നു വരാം. കാരണം നീ ഒരു ഘട്ടത്തിൽ അവരെ വിട്ടുപോയതാണ്. ആ അമ്മയെ വിട്ടുപോയിട്ടുള്ള ഒരാളാണ് നീ. അതുകൊണ്ട് നീ വീണ്ടും തിരിച്ചു വരികയാണ്. അമ്മയുടെ അടുത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. നീ എവിടെയൊക്കെയോ പറന്ന് ഒരു കപ്പലിൽ നിന്ന്, നടുക്കടലിൽപ്പെട്ട ഒരു കപ്പലിൽ നിന്ന് കര തേടി പറന്നു പോയ ശേഷം എല്ലാ ദിക്കുകളും കണ്ട് ഇനി അങ്ങോട്ട് യാത്രയില്ലെന്ന് മനസ്സിലാക്കി തിരിച്ച് ആ കപ്പലിൽ തന്നെ വന്ന് പറന്നിരിക്കുന്ന ഒരു കാക്കയെ പോലെയാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് ഒരു മകളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കുഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും പോയി തിരിച്ചു വന്നു. അമ്മ പതുക്കെ കൈകൾ നീട്ടി നിന്നെ വീണ്ടും കുളിപ്പിച്ച് തുടങ്ങും. അപ്പോൾ എന്താണ്, അമ്മ അങ്ങനെ അടുത്തിരിക്കുമ്പോൾ ആ ചുളിവുകളിൽ തൊടുമ്പോൾ ആ ചുളിവുകൾ നിവർന്നു വരികയും അമ്മ നിന്നെ വീണ്ടും പഴയ പോലെ കുളിപ്പിച്ച് തുടങ്ങുകയും ചെയ്യും. എന്തുകൊണ്ട്? സ്നേഹം കൊണ്ട്, ആർദ്രത കൊണ്ട്, നിന്നോടുള്ള ആ അനുകമ്പ കൊണ്ട് അമ്മ പഴയ അമ്മയാവും. ആ സാമീപ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ്. ആ ചുളിവുകൾ നിവർന്നു തുടങ്ങും. അമ്മ പതുക്കെ കൈകൾ നീട്ടി നിന്നെ വീണ്ടും കുളിപ്പിച്ചു തുടങ്ങും. ഇത് ഫിസിക്കലി ചെയ്യും എന്നല്ല അർത്ഥം, ഭൗതികമായിട്ടല്ല ഇവിടെ പറയുന്നത്. അമ്മ പഴയ പോലെ ചെറുപ്പക്കാരിയാവുന്നല്ല, ആ സാന്നിധ്യം ആ പഴയ പോലുള്ള സാന്നിധ്യമായി മാറും എന്നാണ് പറയുന്നത്. എണ്ണയിലും താളിയിലും മുങ്ങി നീ കുളിച്ച് സ്ഫുടമായി തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയാണോ പണ്ട് നിന്നെ അമ്മ എണ്ണ തേച്ച് അത് കഴിഞ്ഞ് കുളിപ്പിച്ച് ആ എണ്ണ താളി ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞ് ശുദ്ധിയാക്കി എടുത്തത്, അതുപോലെ അമ്മ
നിന്നെ ഇപ്പോൾ സ്നാനം ചെയ്യിപ്പിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം തന്നെ നിനക്കുള്ളൊരു സ്നാനമായി മാറും. അമ്മയുടെ സാന്നിധ്യം തന്നെ നിന്നെ ശുദ്ധീകരിക്കാൻ പാകത്തിന് വിശാലവും മഹത്വമായ ഒന്നാണ്. എണ്ണയിലും താളിയിലും മുങ്ങി നീ കുളിച്ച് സ്ഫുടമായി തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. നീ സ്ഫുടമാവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ശുദ്ധമായി തെളിഞ്ഞു വരിക എന്ന അർത്ഥത്തിലാണ്. ശുദ്ധി ചെയ്തെടുക്കുമ്പോഴാണ് സ്ഫുടം ചെയ്തെടുക്കുക എന്ന് നമ്മൾ പറയാം. അപ്പോൾ നീ അമ്മയുടെ സാന്നിധ്യത്തിൽ കൂടുതൽ സ്ഫുടമാവും, കൂടുതൽ തെളിഞ്ഞതാവും, കൂടുതൽ ശുദ്ധിയുള്ളതാവും. അപ്പോൾ അമ്മ നിനക്ക് തന്ന ഉമ്മകളിലൊന്ന് അമ്മയ്ക്ക് പകരം നൽകുക. അമ്മ നിനക്ക് മുമ്പ് 100,000 ഉമ്മകൾ തന്നിട്ടുണ്ടല്ലേ, അതിലൊരെണ്ണമെങ്കിലും അമ്മയ്ക്കൊന്ന് തിരിച്ചു കൊടുക്കാൻ നീ തയ്യാറാവണം. വാർദ്ധക്യത്തിൽ നിന്നെ ഒരു 100,000 അമ്മ, ഒരു 100,000 ഉമ്മകൾ കൊണ്ട് നിന്നെ മൂടിയിട്ടുണ്ട്. അതിൽ കുറച്ചെങ്കിലും അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് ഈ വാർദ്ധക്യം. അത് നീ തിരിച്ചു കൊടുക്കുക. അമ്മയെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴെന്ന പോലെ എന്ന് പറഞ്ഞാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരമ്മയെ കുളിപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന പോലെ തന്നെ കുളിപ്പിക്കുക, ആ അമ്മയുടെ സ്നേഹം ഏറ്റുവാങ്ങുക. വളരെ ചെറിയ ഒരു കവിതയാണ്, പക്ഷേ വിപുലമായ അർത്ഥത്തിൽ ഒരുപാട് അടരുകളുള്ള, മനുഷ്യന് ഒരുപാട് ആലോചിക്കാനുള്ള, മാതൃത്വത്തിൻ്റെ മഹത്വത്തെ പുകഴ്ത്തുന്ന ഒരു കവിതയാണ് സാവിത്രി രാജീവൻ്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിത. എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കുക. വളരെ കൊച്ചു കവിതയാണ്. എന്തെങ്കിലും സംശയങ്ങളോ ചർച്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.